ഹലോ ഗായ്സ്, നമുക്ക് ഇന്നൊരു അടിപൊളി സാധനം ഉണ്ടാക്കാം. എന്താണ്? ബൺ നിറച്ചത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഇത് യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ് ആക്കിയത്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചമ്മന്തി പോലൊരു സംഭവം ആക്കിയെടുക്കാം. അതിന് കുറച്ച്, അതായത് നമ്മൾ എത്രയാണോ ബൺ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുക്കുക. എരിവിനനുസരിച്ചിട്ട് ഞാൻ 3 പച്ചമുളകാണ് എടുത്തത്. ഇഞ്ചി, പിന്നെ അതേപോലെ ലെമൺ ജ്യൂസ്, മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അരച്ച് എടുക്കാം. അതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഒരു സവാളയാണ് യൂസ് ചെയ്തത്. ഒരു സവാളയും 2 പച്ചമുളകും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ അതൊന്ന് വെന്ത് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് മസാല ചേർക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് അതൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് മല്ലിച്ചപ്പും കറിവേപ്പില ഇടാം. എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കുന്നില്ല. അതിന് ശേഷം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബന്നാണ് ഞാൻ എടുത്തത്. അപ്പോൾ ബൺ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അടിയിലത്തെ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ മുഴുവനായിട്ട് കളയാൻ പാടില്ല. കാരണം അന്നേരം ബന്ന് നമ്മൾ പൊരിക്കുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ പൊടികൾ എന്ത് ചെയ്യുക, ഇതേപോലെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കുഴച്ചെടുക്കുക. അതായത് നമുക്കൊരു മാവ് അതായത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള 2 മുട്ടയാണ് എടുത്ത് അത് പീസാക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ബണ്ണിൻ്റെ അകത്ത് അടിഭാഗത്ത്, അതായത് നമ്മൾ മുറിച്ച് വെച്ചിട്ടില്ലേ അതിൻ്റെ അടിഭാഗത്ത് ഈ ചമ്മന്തിൻ്റെ ഒരു മിക്സ് വെക്കുക. മയോണൈസ് ചേർക്കുന്നവർക്ക് ചേർക്കാം കേട്ടോ, അത് ഞാൻ യൂസ് ആക്കിയിട്ടില്ല ഇതിൽ. പിന്നെ അതിൻ്റെ മേലെ മുട്ട, പിന്നെ കുറച്ച് മസാല. അടിയിൽ മസാല ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് കൊള്ളുന്നത്. അധികം അങ്ങനെ മിക്സാക്കി ബൾക്ക് പോലെ ആക്കിയിട്ട് വെക്കാൻ പാടില്ല. പിന്നെ അതിൻ്റെ ഈ സ്ക്വയർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച സാധനം എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാക്കിയുള്ള നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടില്ലേ വെള്ളം കൂട്ടിയിട്ട്, അതും കൂടി പേസ്റ്റ് ആക്കിയ പോലെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പറ്റിച്ചെടുക്കുക. പിന്നെ ഒരു മുട്ടയും പിന്നെ അതേപോലെ മല്ലിച്ചപ്പും ഒരു പച്ചമുളകും ഞാൻ മുറിച്ചിട്ടിട്ട് മിക്സാക്കി എടുത്തു. അപ്പോൾ അതെല്ലാം ഈ ബണ്ണിൻ്റെ മേലെ പെരക്കി വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരു പാനിൻ്റെ അകത്ത് കുറച്ച് ഓയിലാക്കിയിട്ട് 4 പൊരിച്ചെടുക്കാം. അപ്പുറവും ഇപ്പുറവും തിരിച്ച് എല്ലാ സൈഡും ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കാം. അത് നിങ്ങൾ ട്രൈ ആക്കി വെക്കുക. എന്തായാലും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ട്രൈ ആക്കുന്നുണ്ടാവുക. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ, ഇങ്ങനെയുള്ള പരീക്ഷണമൊക്കെ നടത്തുന്നവർക്ക് ട്രൈ ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരു എന്താ പറയുക, ഒരു മസ്റ്റ് ട്രൈ ആയിട്ടെന്ന് പറയാം. നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. അതിൻ്റെ ചമ്മന്തീൻ്റെ ടേസ്റ്റാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ അതിനകത്ത് കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിയിട്ട് കമൻറ്റ് പറയും. ബൈ.